ഏട്ടാ, ഹീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. ഉറക്ക ഗുളിക 2 എണ്ണം കൂടുതൽ കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലായനെ. നത്തിങ് സീരിയസ്. നിങ്ങൾ തക്ക സമയത്ത് തന്നെയാണ് വിവരം അറിയിച്ചത്. 1 minute. ഡോക്ടർ, ഹി വിൽ ബി ഫൈൻ അല്ലേ? സർ, അദ്ദേഹത്തിന് ഒരു 2 ദിവസം ബെഡ് റെസ്റ്റ് വേണം. ഞാൻ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി ഹീൽ ബി ഓൾ റൈറ്റ് ഇൻ 4 days. താങ്ക് യു സോ മച്ച് ഡോക്ടർ. യാ, താങ്ക് യു വെരി മച്ച്. നോ പ്രോബ്ലം. You're fine? Yeah. Can I take your 2 minutes? Yeah. Sure, bro. ഞാനൊരു കാര്യം പറയുമ്പോൾ ഡോണ്ട് ബി ഓഫൻഡഡ്. ഏട്ടത്തി ഈസ് എക്സ്പെക്ടിങ് മണി അല്ലേ? ജസ്റ്റ് ത്രോ ഇറ്റ് ഓൺ ഹെർ ഫേസ് മാൻ. അത് വിട്ടിട്ട് ഏട്ടൻ എന്തിനാ സൂയിസൈഡിന് ശ്രമിക്കുന്നത്? സീ, ഐ ഷുഡ് ബി ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ്. ഐ നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ ബി പ്രാക്ടിക്കൽ ബ്രോ. നമ്മുടെ മിനിസ്റ്റേഴ്സ് ആർ ഓൾ ലെജൻഡറീസ് ബാബ്. ഇവരാരും ജീവിക്കാൻ ഭയന്ന് മരിച്ചവരല്ല. ലൈഫിനെ ചലഞ്ചായി ഏറ്റെടുത്ത് ജീവിച്ചവരാ. നോ മാറ്റർ വാട്ട്, ജസ്റ്റ് ഫേസ് ഇറ്റ് മാൻ. അത് വിട്ടിട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ലിസൺ, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. എനിക്ക് ആകെയുള്ളത് ഏട്ടൻ മാത്രമാണ്. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഓൾ ദീസ്. Ashok, I am really sorry, bro. പക്ഷെ ഞാൻ അവൾക്ക് വേണ്ടി സൂയിസൈഡ് ചെയ്തതല്ലടാ. പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അത് നോക്ക്, നമ്മുടെ പിതാമഹന്മാരും മുത്തച്ഛനും അച്ഛൻ ഇവരെല്ലാം നിലനിർത്തി പോകുന്ന ആദരവ് എന്നെ കൊണ്ട് നിലനിർത്താൻ സാധിച്ചില്ല എന്ന ഒരു ഫ്രസ്ട്രേഷനിൽ ചെയ്തതാടാ. ബഹദൂർ കുടുംബത്തിലെ മരുമകൾ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന ആളുകൾ കളിയാക്കി സംസാരിക്കും. അത് കേട്ടാൽ എൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയില്ലടാ അശോക്. അശോക്, എനിക്കിത്രേ പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ കുടുംബത്തിൽ കൊണ്ടുപോവാ അശോക്. അശോക്, ഐ ആം റിയലി സോറിടാ. ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ലടാ. Cheer up. Listen. You get refreshed. 1 week ലണ്ടനിൽ പോയിട്ട് വാ. Everything will be fine. All right? Yes? Yeah. Yes. Yeah, Suraj. I'll be there in a while. Hey, come soon now. Yeah, we will play a frame and I'll give you 20 handy. That's okay. You come soon, okay? Hey, listen. While coming, bring Sandy also. Don't miss it. Because all are waiting. Okay? ഞാൻ വിടട്ടെ? Brother. വിടും. And give a call before leaving, okay? Hello? വിട്ടു. Hello, bro? Are you there? Hello? Hello? വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇരിക്കും മുത്തശ്ശ. Note down the points. Point number 1, Mysore University. പറയൂ. Mysore University. Pink colored dress. VRL bus. Beautiful eyes. Hardly 20 to 22 years. പെൺകുട്ടി. എന്തിനാ? ഒന്നുമില്ല, ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടം തോന്നി, കല്യാണം കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ മുത്തശ്ശ? ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിപ്പോ വേണോ? ഓ, എന്റെ ഏട്ടന്റെ കാര്യത്തെ ചൊല്ലി എന്റെ കാര്യം എങ്ങനെ തെറ്റാവും? ഒന്നുമില്ല. നല്ല സുന്ദരിയായ പെൺകുട്ടി, നല്ല കുടുംബത്തിലെ പെൺകുട്ടി കണ്ടെത്തി കെട്ടിച്ചു. പക്ഷെ അവളെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചില്ല. അവിടെയാണ് തെറ്റുപറ്റിയത്. 'Correct.
ഞാൻ മൈസൂർക്ക് പോവുക. എന്തിന്? ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടല്ലോ. അവൾക്ക് എന്നെ ഇഷ്ടമാവുന്നതുവരെ കാത്തിരിക്കും. അവളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കും. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട ശേഷമേ പറയൂ ഞാൻ ബഹദൂർ ആണെന്ന്. അതുവരെ ഞാനൊരു സാധാരണ വ്യക്തിയായി ചെന്ന് അവളുടെ മനസ്സിൽ കയറിപ്പറ്റും മുത്തശ്ശ. നീയോ? യെസ്, സാധാരണ വ്യക്തിയായി. യെസ്. അതും പൈസയില്ലാതെ ഒരു പെണ്ണിന്റെ മനസ്സിൽ കയറിപ്പറ്റും. ഏയ് മുത്തശ്ശ, എന്തിനാ ഇങ്ങനെ തലയാട്ടുന്നത്? മറന്നുപോയോ നമ്മുടെ പിതാമഹൻ 7 രാജ്യങ്ങൾ കടന്ന് നമ്മുടെ മുത്തശ്ശിയെ വേളി കഴിച്ചത്? നിങ്ങളുടെ തലയിലെ മുടിയും വെളുത്തു, മറവിയും ജാസ്തിയായി. ആ ലെറ്റർ എഴുത്. ബഹദൂർ ആരാണ്? ബഹദൂർ നമ്മുടെ വംശത്തിന്റെ പേരാണ്. ഇവരെല്ലാം നമ്മുടെ പൂർവികരാ. എല്ലാവരും ബഹദൂർകളാ. അപ്പൊ ബഹദൂർ എന്ന് പറഞ്ഞാൽ എന്താ? ആ പറഞ്ഞു തരാം. പ്രപഞ്ചത്തിൽ ആരാണോ ജനനം മുതൽ മരണം വരെ സൽസ്വഭാവികളായി ജീവിക്കുന്നത് അവരാണ് ബഹദൂർ. ആരാണ് വിചാരിച്ചത് നേടിയെടുക്കുന്നത് അവരാണ് ബഹദൂർ. ആരാണോ ഇഷ്ടപ്പെടുന്നവരെ കഷ്ടപ്പെടുത്തുന്നതിന് പകരം വാശിയൊക്കെ വെടിഞ്ഞ് സ്നേഹത്താൽ കീഴ്പ്പെടുത്തുന്നോ അവരാണ് ബഹദൂർ. മരണം വരെ ജയിക്കാൻ വേണ്ടി പോരാടുന്നത് ആരാണോ അവരാണ് ബഹദൂർ. അന്യരുടെ സന്തോഷത്തിൽ തൻ സന്തോഷം കണ്ടെത്തുന്നവരാരാണോ അവരാണ് ബഹദൂർ. മനസ്സിലായോ? എനിക്കും അതുപോലെ ജീവിക്കണം അച്ഛാ. അതുപോലെ ജീവിക്കണം മോനെ, അതുപോലെ തന്നെ ജീവിക്കണം. ഇരിക്കണം മുത്തശ്ശ. ഒന്നുമില്ല മുത്തശ്ശ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ മനസ്സ് പിടിച്ചു പറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ നീ. നിന്റെ പിതാമഹൻ 7 രാജ്യങ്ങൾ കടന്ന് നിന്റെ മുത്തശ്ശിയെ വേളി കഴിച്ചു കൊണ്ടുവന്നത് അത് വെറും സാധാരണ മനുഷ്യനായിട്ടല്ല, പ്രൗഢരാജനായിട്ടാ. ഇന്നുള്ള സാഹചര്യത്തിൽ സമ്പത്തില്ലാതെ പോയാൽ ഒരു ഉറുമ്പ് പോലും നമ്മളെ ഇഷ്ടപ്പെടില്ല. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ നരച്ച മുടിക്ക് അല്പം മര്യാദ തന്ന് എൻ്റെ വാക്ക് കേക്ക്. നമ്മുടെ മഹിമയ്ക്കൊത്ത 4-5 ബന്ധങ്ങൾ നേരത്തെ നോക്കി വച്ചിട്ടുണ്ട്. നാളെ അവരെ വരുത്താം. അതിലേതെങ്കിലും കൊള്ളാവുന്ന ഒന്നിനെ നോക്കി വിവാഹം കഴിക്കണം. എന്റെ പെണ്ണ് എന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ പ്രോജക്റ്റ് ഞാൻ എത്ര നോക്കിയിട്ട് എത്ര ട്രൈ ചെയ്തിട്ടും കംപ്ലീറ്റ് ആവുന്നില്ലെന്നേ. അതോ? ഒന്ന് ഇങ്ങോട്ട് വന്നേ മോളെ, ഒന്ന് വരൂന്നേ. നിങ്ങൾ 4 പേരും ടൈം വേസ്റ്റ് ചെയ്ത് അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കേ. പോയേ, ഇരിക്കും മോളെ, ഇരിക്കേ. രാമ രാമ. നിന്റെ ഇടത് കൈ കാണിക്കും മോളെ. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഇതവിടെ വയ്ക്കേ. വലത് കൈ കാണിക്കേ. ഇങ്ങനെയല്ല, ഇങ്ങനെ. ആ, എന്താ ഇത്? പുരോഹിതനോട് എന്തിനാണ് ഏതിനാണെന്നൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് വരെ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് വേണ്ടി ദൈവങ്ങൾ വരെ കാത്തിരിക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. അന്നൊരു ദിവസം അമ്പലത്തിൽ ഒരു പയ്യൻ നിനക്ക് പൂ തന്നില്ലേ? അവൻ 2 ചെവിയിലും പൂ വെച്ചോണ്ട് എന്റെ അടുത്ത് വന്നു. ആ, നമസ്കാരം പൂജാരി. എന്റെ അമ്മോ, എന്താടാ മോനെ? ചെറുപ്പത്തിൽ എൻ്റെ അപ്പൂപ്പൻ എന്നോട് പറയുമായിരുന്നു, വരൾച്ച സമയത്ത് വെള്ളം പാഴാക്കരുത്, മഴക്കാലത്ത് മട തുറക്കണം, നട്ടുച്ച മധ്യത്തിൽ ബ്രാഹ്മണന്റെ വാക്ക് നിരസിക്കരുത്. എന്ത് നല്ല വാക്കുകൾ. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ദൈവങ്ങളോട് നമ്മുടെ പ്രാർത്ഥനകളെ കൈമാറാൻ വേണ്ടിയിട്ടാ പൂജാരികളെ ദൈവം സൃഷ്ടിച്ചത്രേ. ഈശ്വര. ഏയ് നിക്ക്.
നീ അന്ന് അമ്പലത്തില് പെൺകുട്ടി പൂവ് ഞാൻ തന്നെ പൂജാരി. ആ നന്നായി വരും നന്നായി നിങ്ങള് വരും. ദൈവത്തിന്റെ പ്രതിപുരുഷനാ പൂജാരി. ആ ആ ദൈവാംശമുള്ള ആഹാ നാരായണ. പൂജാരി നീ വളരെ നല്ലവനാണ് മോനെ. ഇനി ഞാൻ മാറ്ററിലേക്ക് വരാം. മാറ്റർ എന്റെ പെണ്ണെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്റെ പ്രണയം സ്വീകരിക്കാതെ പോയി. അതെ. മനസ്സിന്റെ ഏതോ ഒരു മൂലയില് ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നല് പൂജാരി. ആഹാ അവളെ എന്നെ ഒരു ലവറായിട്ട് അംഗീകരിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും അംഗീകരിച്ച ലൈഫ് ലോങ് ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇരുന്നോളാം പൂജാരി. ഞാൻ എന്ത് ചെയ്യണം പറയൂ. ഒന്നുമില്ല, എനിക്ക് പകരം എന്റെ പെണ്ണിന് പൂജാരി ഒരു ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഒന്ന് കെട്ടിക്കൊടുക്കാമോ? ഞാനോ? അയ്യോ കർപ്പൂരം ഇല്ലെങ്കിലും ചന്ദനത്തിരി വെച്ചായാലും പൂജ ചെയ്യില്ലേ പൂജാരി? നിങ്ങൾ മാത്രമാണ് അവയും പൂജാരി. ഓക്കെ, ഐ വിൽ ട്രൈ. ശരി പൂജാരി. അയ്യോ എന്തൊരു വിനയം, എന്തൊരു ഭക്തി. പൂജാരി എന്താ മോനെ? നിങ്ങളിൽ ആ ശ്രീരാമനെ കാണുന്നു പൂജാരി. ആഹാ 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 എന്ത് നല്ല പയ്യൻ. ആചാനബാഹുവാണവൻ. മുതിർന്നവരെ കണ്ടാൽ എന്തൊരു ഭക്തി, വിനയം, സ്നേഹം. ഇന്നത്തെ കാലത്തെ പയ്യന്മാര് സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അവളെ ശല്യം ചെയ്യാറാണ് പതിവ്. അങ്ങനെയുള്ളപ്പോൾ ഈ പയ്യൻ നിന്റെ ജീവിതകാലം മുഴുവൻ ഒരു നല്ല സുഹൃത്തായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവനെ ഭർത്താവാക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? വിട്ടുകളഞ്ഞേക്ക്, സുഹൃത്തായിക്കോട്ടെ. നോക്കിയേ മോളെ, ജീവിതത്തിൽ നല്ല അവസരം ഒരിക്കലേ കിട്ടൂ. ദൈവത്തിന് മുന്നിൽ നീ എത്ര കാലം തപസ് ചെയ്താലും ഇതുപോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുത് മോളെ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. പൂജയ്ക്ക് സമയമായി, ഇനി സംസാരിച്ചിരിക്കാൻ നേരമില്ല. ഞാൻ വരട്ടെ മോളെ. നല്ല പോലെ ആലോചിച്ച് നീ തന്നെ ഒരു തീരുമാനത്തിലെത്ത്. അഞ്ജലി, പ്രസാദം കഴിക്കാൻ മറക്കല്ലേ മോളെ. കൃഷ്ണന് നൈവേദ്യം കഴിച്ചതാ കേട്ടോ. ഞാൻ വരട്ടെ.